അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, ഓണം എക്സാം ഇങ്ങ് എത്താറായില്ലേ? അപ്പൊ നമ്മൾ അതിലേക്കുള്ള പഠിത്തങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. റിവിഷൻ ആയിരിക്കും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? അതിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ മക്കൾ പറയാം, അയ്യോ മിസ്സേ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന്. ഇനി ആ ചാപ്റ്റർ മക്കൾക്ക് ഒരു പ്രശ്നമേ ആവത്തില്ല. കാരണം ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ആ ചാപ്റ്റർ ടഫ് ആയിട്ട് മക്കൾക്ക് തോന്നുന്നത്. അപ്പൊ അത് അത്രയും സിമ്പിൾ ആക്കി മിസ് പറഞ്ഞുതരാം. ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾക്ക് എന്തറിഞ്ഞിരുന്നാൽ ഈസി ആവും എന്നുള്ളത് മിസ് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് കയ്യിൽ വെച്ച് സെറ്റ് ആയിരുന്ന ക്ലാസ് കാണാം. ഒരു 5 മിനിറ്റ് അല്ലെ മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ മിസ് ഡിസ്കസ് ചെയ്യും. ഈ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിയാലോ, ആദ്യം തന്നെ മക്കളെ ഫ്രാക്ഷൻസിന്റെ അഡിഷൻ എങ്ങനെ ചെയ്യും എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. സിമ്പിൾ ആണ്, വളരെ 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 സിമ്പിൾ ആണ്. നോക്കിക്കോളാം, മിസ് ഇവിടെ 2 നമ്പർ 2 ഫ്രാക്ഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ മിസ് ഇഷ്ടമുള്ള നമ്പർ എടുക്കുക, റാൻഡം ആയിട്ടാണ് മിസ് എടുക്കുന്നത്. 3/8 പ്ലസ് 1/8. ഇങ്ങനെ 2 നമ്പർ മിസ്സിന് ആഡ് ചെയ്യണം, കൂട്ടണം. ഓക്കെ, ഈ 2 നമ്പർ മിസ്സിന് എന്ത് ചെയ്യണം, കൂട്ടണം. എന്ത് ചെയ്യും മിസ്? ഈ 2 നമ്പർ കൂട്ടാൻ പറയുമ്പോൾ മിസ് എന്ത് ചെയ്യും? പേടിച്ച് പിന്മാറല്ല വേണ്ടത്. ഇതിന്റെ രണ്ടിന്റെയും ഛേദങ്ങള് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ എന്ന് നോക്കുക. വെറുതെ നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് ഇവിടെ 8ഉം ഇവിടെ 8ഉം സെയിം അല്ലേടാ? സെയിം ആണ്. അപ്പൊ പിന്നെ മക്കൾ ഒന്നും നോക്കണ്ട, ന്യൂമറേറ്ററുകൾ അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഡിവൈഡഡ് ബൈ 8 എഴുതുക, ഹരിക്കണം 8. ഇത്രയേ ഉള്ളൂ. 3 + 1/8 എത്രയാടാ? എത്രയാ നോക്കിയേ, 3 + 1 4/8. 4/8 അവിടെ നിന്നോട്ടെ. ഇനി വേണമെങ്കിൽ ഇതിനൊന്ന് ചെറുതാക്കാം, നമുക്ക് കുഞ്ഞു ഫോമിലേക്ക് ആക്കാം. 4 എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 4 × 2 അല്ലേ? ഈ 2 മിസ്സിന് ഇഷ്ടപ്പെട്ടില്ല, വെട്ടിക്കളയുന്നു. അപ്പം എന്ത് വരും? 2/4 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് വേറെ രീതി ചെയ്യാം. ചെയ്ത് തെറ്റെന്നല്ല, ശരിയാണ്. ഇവിടെ 4 എന്ന് പറഞ്ഞാൽ 1 × 4 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 2 × 4 അല്ലേ? ഈ 4ഉം ഈ 4ഉം ക്യാൻസലായി, ആൻസർ 1/2. ഇങ്ങനെയും ചെയ്യാം. റെഡി? അഡിഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം മക്കൾ ആലോചിക്കും, മിസ്സേ അത് ഡിനോമിനേറ്റർ ഛേദങ്ങൾ ഈക്വൽ ആയതുകൊണ്ടല്ലേ, സമമായതുകൊണ്ടല്ലേ? സമം അല്ലെങ്കിലോടാ. നോക്കിയടാ, 1/5 പ്ലസ് 2/3. ഛേദങ്ങൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? ഒന്ന് നോക്കി പറഞ്ഞേ, ഡിനോമിനേറ്റർ സെയിം ആണോ? ഇവിടെ 5ഉം ഇവിടെ 3ഉം സമമാണോ? സമമല്ല. അതിനർത്ഥം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നാണോ? നമ്മളോട് അല്ലേ? ഒരിക്കലും അല്ല. എന്ത് ചെയ്യടാ മക്കളെ, ഇവിടുന്ന് ഇവരെ തമ്മിൽ ഗുണിക്കുക, 1 × 3 ചെയ്യുക, 1 × 3. ഓക്കെ, പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്? 5 × 2 5 ഗുണിക്കണം ഡിവൈഡഡ് ബൈ 5 ഗുണിക്കണം 3. ആരെയും വെറുതെ വിടരുത്, ആരെയും വെറുതെ വിടാതെ അങ്ങ് ചെയ്യുക. ആൻസർ എന്ത് വരും? 3 + 10/15. ആൻസർ 13/15. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി? 3 × 1 അല്ലേ? ക്രോസ് ചെയ്യുക. അതാ ഇതേപോലെ ഇങ്ങനെ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. 3 × 1 5 × 2 5 × 3 ചെയ്താൽ ആൻസറായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ അഡിഷൻ ഞങ്ങൾ പഠിച്ചു, സബ്ട്രാക്ഷൻ ആണെങ്കിലോ? അഡിഷൻ മനസ്സിലായില്ലേ? കഴിഞ്ഞടാ, സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സബ്ട്രാക്ഷനും. എന്താ മിസ് വെറുതെ പറയുമല്ല. ഇവിടെ നോക്കിയോ, 6/8 - 5/8 മിസ് റാൻഡം ആയിട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സിന് 8 മാത്രമേ ഉള്ളൂ. വേണ്ടടാ, 8 മാറ്റി ഞാൻ 7 ആക്കി. ഇപ്പം പ്രശ്നമില്ലല്ലോ. 7. 2 ഡിനോമിനേറ്ററുകളും സെയിം ആണ്. രണ്ടിൻ്റെയും അടിയിലുള്ള നമ്പർ അല്ലേ, താഴെയുള്ള നമ്പർ രണ്ടിനും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെയിം ആണെങ്കിൽ നമുക്ക് ലോട്ടറിയാ. നമ്മൾ ന്യൂമറേറ്ററുകൾ മാത്രം ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? 6 - 5 6 കുറയ്ക്കണം 5 ചെയ്യുക, ഹരിക്കണം 7. 6 × 5 പോയാൽ എത്രയാടാ? 1/7. അയ്യോ, എന്തൊരു സിമ്പിളാണ്. ഇനി നോക്കിയേ, അടുത്ത് നോക്കിയേ. ഇനി ഇത് ഡിനോമിനേറ്റർ അല്ലേ, ഛേദങ്ങൾ സെയിം ആയതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി ഡിനോമിനേറ്ററുകൾ താഴെയുള്ള നമ്പറുകൾ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിളിൽ മിസ് എടുക്കുന്നത് 3/4 - എന്തെടുക്കാം? 5/7 എടുക്കാം.
3/4 മൈനസ് 5/7. മിസ് റാൻഡം ആയിട്ട് നമ്പർ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ മിസ് പറഞ്ഞതാണെന്ന് ഓർത്തു നോക്കിയേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുക. എന്താ ചെയ്യേണ്ടത്? 7 ഗുണിക്കണം 3 മൈനസ് കുറയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുക. എന്താ ചെയ്യേണ്ടത്? 4 ഗുണിക്കണം 5 ഡിവൈഡഡ് ബൈ ഇവരെ തമ്മിൽ ഗുണിക്കുക. 4 ഗുണിക്കണം 7. കഴിഞ്ഞടാ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. 7 ഗുണിക്കണം 3 എത്രയാ? 21. 4 × 5 20. 4 × 7 28. എത്ര വരും? 1/28. ആൻസറായി. അപ്പൊ അഡിഷനും സബ്ട്രാക്ഷനും ഇത്രയേ ഉള്ളൂ. ഒരേപോലെ തന്നെയാ ചെയ്യേണ്ടത്. സൈന് മാത്രമേ മാറുന്നുള്ളൂ. അഡിഷൻ മാറി സബ്ട്രാക്ഷൻ ആവുന്നു, അല്ലെങ്കിൽ തിരിച്ച്, അല്ലേ? അത്രേ വ്യത്യാസമുള്ളൂ. സെയിം അല്ലേ? സെയിം നമ്പർ ആണ് താഴത്ത് വന്നിരിക്കുന്നതെങ്കിൽ മുകളിൽ മാത്രം ചെയ്യുക. ഡിഫറെൻ്റ് ആണെങ്കിൽ ഗുണിക്കുക, കൂട്ടുക, കുറയ്ക്കുക, വാട്ടെവർ. ഡൺ. ഇനി ഇതിലും എളുപ്പമുള്ള ഒരാളാണ് മൾട്ടിപ്ലിക്കേഷൻ. സിമ്പിൾ. 1 മിനിറ്റ് പോലും വേണ്ട ചെയ്യാൻ. ഇതാ നോക്കിയേ, 1/2 × 3/4 ആണ് ചെയ്യേണ്ടത് എങ്കിൽ സെക്കൻഡ്സ് കൊണ്ട് ഉത്തരം പറയാം. ദാ മുകളിലുള്ളവരെ ഗുണിക്കുക, താഴെയുള്ളവരെ ഗുണിക്കുക. 1 × 3 2 × 4 ആൻസറായി 3/8. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 2 നമ്പറുകളെ ഗുണിക്കുവാണ്. 1/2 × 3/4 ഗുണിക്കുകയാണ് എങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ആണ് എങ്കിൽ, ഇത്രയും സിമ്പിൾ ആയിട്ടൊരു സാധനം മാത്സിൽ പഠിക്കാനില്ല. മുകളിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക 1 × 3. താഴെയുള്ള നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യുക 2 × 4. എത്രയാ? 3/8. കഴിഞ്ഞു. ഇനി ഡിവിഷനിലേക്ക് വരുമ്പോഴോ, ഫോർ എക്സാമ്പിൾ 1/2 ഡിവൈഡഡ് ബൈ 1/4 ഡിവിഷനാണ്. 1/2 ഡിവൈഡഡ് ബൈ 1/4 ഡിവിഷൻ പൊതുവേ നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. കാരണം ഫ്രാക്ഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണ്ട. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ അല്ലേ? ഒരു ഭിന്നസംഖ്യകളെ ഹരിക്കുക എന്ന് പറയുന്നതിൽ നമ്മൾ ഹരണം ചെയ്യുന്നില്ല. പകരം അവിടെയും നമ്മൾ ചെയ്യുന്ന ആരെയാണ്? ഗുണനമാണ്. ഗുണനം എളുപ്പമല്ലേ? ഇവിടെ നോക്കടാ, 1/2 ഹരിക്കരുത്. അവിടെ ചെയ്ത എന്താണ്? ഗുണിച്ചാ മതി. പക്ഷേ രണ്ടാമത്തെ ആൾക്കൊരു ചെറിയ മാറ്റം വരും. ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ ഒരു ചെറിയ മാറ്റം വരും. ഇയാളുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമമാണ് നമ്മൾ എടുക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറഞ്ഞാൽ 1/4ന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറയുന്നത് എന്താണ്? 4/1 ആണ്. ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അതായത് 2/7ന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്താ? ഇതിങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് വരും. 7/2 ആണ്. തല തിരിച്ചിടുക. തല തെറിച്ചവൻ അല്ലേ? വിൽക്രമം എന്ന് പറഞ്ഞാൽ തല തെറിച്ചവൻ, തല തിരിഞ്ഞവൻ. അപ്പോൾ 1/4 എന്നുള്ളത് എന്താവും? 4/1 ആവും. ഇനി എൻ്റെ മക്കൾക്ക് അറിയാം മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞൂടെ? മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4/2 × 1 അതായത് 4 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 2 ആണ്. നമുക്കറിയാം 4 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി വേറൊരു നമ്പർ തരട്ടെ മിസ്, ചെയ്തു നോക്കോ? 2/8 ഡിവൈഡഡ് ബൈ 1/2 ഇങ്ങനെ തന്നാലോ? ഇങ്ങനെ തന്നാൽ എന്ത് ചെയ്യും? മിസ് പറഞ്ഞു ഒരിക്കലും എന്ത് ചെയ്യരുത്? ഡിവിഷൻ നിങ്ങൾ ചെയ്യരുത്. ഡിവിഷൻ വേണ്ട. 2/8 ഡിവിഷൻ ഒഴിവാക്കി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. പക്ഷേ രണ്ടാമത്തെ ആളെ നമ്മൾ എന്ത് ചെയ്യണം? തല തിരിച്ചിടണം. 2/1 ആക്കണം. ഇനി എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4/8 എന്ന് വരും. റെഡി? ഇതിനെ മക്കൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കുക. അതിന് ചെറുതാക്കാൻ അറിയാമല്ലോ, മുകളിലും താഴത്തും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട്. റെഡി? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും എൻ്റെ മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റല്ലേടാ? സെറ്റല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പോൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക? നമ്മളുടെ ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ എവ്രിവൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ.